യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് ഈ ആഴ്ചകളിൽ കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളായിട്ട് ഞാൻ ചില ആലോചനകൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയമാണുള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ അതിന് തുടർച്ചയായിട്ട് 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ സന്ദേശങ്ങളിൽ ഞാൻ ഓർപ്പിച്ചത് ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. യാക്കോബിന്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രധാന ആഹ്വാനം എന്ന് പറയുന്നത് നാം ആത്മീയമായി പക്വതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ബി മെച്യൂർ സ്പിരിച്വലി. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആത്മീയമായി പക്വതയിലേക്ക് വരണമെങ്കിൽ അതിന് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവവചനത്താൽ വീണ്ടും ജനിക്കുക, ദൈവവചനത്തിലൂടെ നമ്മളെ തന്നെ കാണുക, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവവചനത്തിലെ ജ്ഞാനം പ്രാപിക്കുക. ഇതൊക്കെയാണ് ആദ്യ സന്ദേശത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് 2 അധ്യായങ്ങളിലൂടെ നാം കണ്ടു ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പരിശോധനകളുടെ നടുവിൽ നാം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീയ പക്വതയുടെ അടയാളമാണ്. പിന്നീട് നാം കണ്ടു ദരിദ്രന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം അതെന്താ. പ്രത്യേകിച്ച് ആ സന്ദേശത്തിൽ നമ്മൾ കണ്ടൊരു വിഷയമുണ്ട്, മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ പക്വത വെളിപ്പെടുന്ന മറ്റൊരു മേഖലയാണ്. ഇന്ന് 3-ാം അധ്യായത്തിലെ വിഷയമാണ് വേഗത്തിൽ വലിയ വിശദീകരണങ്ങൾ കൂടാതെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മീയ പക്വതയുടെ അടയാളം, അതാണ് ഈ സന്ദേശങ്ങളിലൂടെ ഞാൻ ഓർപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിലെ വിഷയം ആത്മീയ പക്വതയുടെ ഒരു അടയാളമാണ് നമ്മൾ എങ്ങനെ നമ്മുടെ നാവ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. നാവിന്റെ ഉപയോഗമാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 and 2. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. ആരായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ? എവിടെയാ സൽഗുണപൂർത്തിയുള്ളത് എന്നുള്ളതിന് എ പെർഫെക്റ്റ് മാൻ. ആ പെർഫെക്റ്റ് എന്നുള്ളതിന് ചില പരിഭാഷകളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എ മച്യൂർ മാൻ, മച്യൂരിറ്റി. സൽഗുണപൂർത്തിയുള്ള പുരുഷൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്വതയുള്ള പുരുഷൻ, പക്വതയുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മീക പക്വതയാണല്ലോ യാക്കോബിന്റെ ലേഖനത്തിലെ വിഷയം. കേവലം ഭൗമികമായി വെളിപ്പെടുന്ന പക്വതയെ കുറിച്ചല്ല. ആത്മീക പക്വതയുടെ ഒരു അടയാളം എന്താണെന്ന് ഇവിടെ പറയുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ആരാണ് ആത്മീയ പക്വതയുള്ള വ്യക്തി? ആത്മീയ പക്വതയുടെ അടയാളങ്ങളിൽ ഒന്ന് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന വ്യക്തി, വാക്കിൽ തെറ്റാതിരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നാവിന് കടിഞ്ഞാണിട്ട് അതിനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ. നമുക്കറിയാം നാവിനെ കുറിച്ചും നാവിന്റെ ഉപയോഗത്തെ കുറിച്ചും ഒക്കെ പല മെസ്സേജുകൾ ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തിലും വളരെ വിശദമായിട്ടുണ്ട്. മിക്കവാറും ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ വാക്കുകൾ, നാവ്, സംസാരം ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ആലോചനകളുണ്ട്, ലേഖനങ്ങളിലുണ്ട്. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ പൗലോസ് അതേക്കുറിച്ച് അല്പം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ നാവിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് പഴയ നിയമത്തിലുള്ള സദൃശവാക്യങ്ങൾ. ആ സദൃശവാക്യങ്ങളിലെ അധ്യായങ്ങളിലൂടെ നാം കടന്നുപോയാൽ നമ്മുടെ നാവ്, അല്ലെ നമ്മുടെ വാക്കുകള്, നമ്മുടെ സംസാരം എന്നൊക്കെ പറഞ്ഞ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് അനേക ഭാഗങ്ങളിൽ സദൃശവാക്യങ്ങളിൽ പറയുന്നത്, അല്ലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നമ്മൾ പൊതുവെ ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ, ദൈവം തന്നിട്ടുള്ള അവയവങ്ങളിൽ നാം ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട അവയവമാണ് നാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട അവയവമാണ്. എല്ലാ അവയവങ്ങളും ഉപയോഗമുള്ളതാണ്. എല്ലാ അവയവങ്ങളും വളരെ കരുതലോടെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കേണ്ട അവയവങ്ങളാണ്. എന്നാൽ ഇത് പറയുന്നതിന് ഈ ലേഖനത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള കാരണങ്ങൾ നമ്മെ സഹായിക്കും അത് മനസ്സിലാക്കുന്നതിന്. എന്നാൽ വിശദീകരണത്തിന് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആശയങ്ങളെ പറയുന്നുള്ളൂ. നാം ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട നമ്മുടെ അവയവങ്ങളിൽ ഒന്നാണ് നാവ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏത് അവയവം കൊണ്ടാണ് സാധാരണ കൂടുതൽ പാപം ചെയ്യുന്നത്? കൂടുതൽ പാപം ചെയ്യുന്നതെന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരെ ബാധിക്കുന്ന, മറ്റുള്ളവർക്കും ദോഷകരമായി ബാധിക്കുന്ന, നമ്മുടെ ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നത്.
നമ്മുടെ അവയവങ്ങളിൽ മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കത്തക്ക വിധം ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന അവയവം ഏത് തന്നെയാണ്? നാവ് തന്നെയാണ്. അതിനെ ദൈവം വെച്ചിരിക്കുന്നത് തന്നെ എവിടെയാണെന്നുള്ളത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അല്ലേ? വളരെ പെട്ടെന്നൊന്നും അത് ഉപയോഗിക്കാതിരിക്കത്തക്ക വിധം നമ്മള് സദൃശവാക്യങ്ങളിലും യാക്കോബിന്റെ ലേഖനത്തിലും ഒക്കെ വായിക്കുന്നത് പോലെ, യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഇതിനു മുമ്പ് 1-ാം അധ്യായം 19-ാം വാക്യം, 1-ാം അധ്യായം 26-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒക്കെ ഈ വിഷയത്തിൽ എടുത്തു വായിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുകയാ. അവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്: കേൾക്കാൻ വേഗതയും പറയാൻ താമസവും. എന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്താ? കേട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് മറുപടി പറഞ്ഞാൽ മതി എന്നാണോ? ഞങ്ങള് ഈ വാക്യം കൂടുതൽ ഞങ്ങൾ ചിന്തിച്ച ഒരു സന്ദർഭമുണ്ട്. പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ വീക്കെൻഡിലൊന്ന് വീട്ടിൽ പോരണമെന്ന് തോന്നിയാൽ ഒരു വ്യാഴാഴ്ച അന്ന് അവിടെ പാടനായിരുന്ന ദൈവദാസനോട് ചെന്ന് അനുവാദം ചോദിക്കും. ഞങ്ങൾ അനുവാദം ചോദിച്ചാൽ പുള്ളി അത് കേട്ടേച്ച് പറയാമെന്ന് പറയും. മറുപടി തരുന്നത് 3 ദിവസം കഴിഞ്ഞായിരിക്കും. ഞങ്ങൾക്ക് പിറ്റേ ദിവസം പോരണം. അപ്പൊ പൊതുവെ ഞങ്ങൾ ഈ വാക്യം ആ സമയത്ത് കൂട്ടിയും, ഈ വാക്യം അതുപോലെ പാലിക്കുന്നയാളെ കേൾക്കാൻ വേഗതയെ പറയാൻ താമസമാണ്. അപ്പൊ ഈ 3 ദിവസം കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്ക് പോരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ പ്രിൻസിപ്പളിൽ ചെന്ന് കണ്ട് ഈ സാർ അറിയാതെ തന്നെ വീട്ടിൽ വരും. തിരിച്ചു ചെല്ലുമ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് അനുവാദമായിട്ട് ഈ സാറ് വരുന്നത്. അത് കേൾക്കാൻ വേഗതയും അങ്ങനെ വേഗതയും താമസവും എന്നുള്ളതല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ അവിടുത്തെ ഉദ്ദേശം? കേൾക്കാൻ വേഗതയും പറയാൻ താമസവും എന്ന് പറയാൻ കേൾക്കുന്നതനുസരിച്ച് എല്ലാത്തിനും മറുപടി പറയാൻ പോകരുത്. കേൾക്കാൻ ഒരു തടസ്സവും ഇല്ല, ചെവി തടസ്സമൊന്നുമില്ല, അതിന് മതിലുകളും വേലിക്കെട്ടുകളും ഒന്നുമില്ല. ആരെന്നെ പറഞ്ഞാലും കേൾക്കാം. പക്ഷെ അതുപോലല്ല നാവ് ദൈവം വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് മതിലുണ്ട്, അതിനപ്പുറത്ത് അധരങ്ങളുണ്ട്. ഇതെല്ലാം ഭേദിച്ച് വേണം പുറത്തു വരാൻ. അപ്പൊ അത്ര സുരക്ഷിതമായി ദൈവം വെച്ചിരിക്കുന്ന ഒരവയവമാണ്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് സാവധാനതയിൽ ഉപയോഗിക്കേണ്ട ഒരവയവമാണ് എന്നുള്ളത് അത് ദൈവം വെച്ചിരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഈ നാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഈ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാൽ നമ്മളിപ്പോ വായിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് എടുത്തു പറയട്ടെ. ഈ നാവിനുള്ള ഒരു പ്രത്യേക ശക്തി എന്താണെന്നറിയാമോ? ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവ് നാവിനുണ്ട്. അങ്ങനെയല്ലേ നമ്മളവിടെ വായിക്കുന്നത്? ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തൻ. അപ്പൊ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാനുള്ള കഴിവ് എന്തിനുണ്ടെന്നാ? അത് ദൈവവചനം തന്നെ പറയുന്ന എന്തിനുണ്ട്? നാവിനുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അതിന്റെ മറുവശം പറയട്ടെ. നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും ഫലകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏത് തന്നെയാണ്? ഏറ്റവും ഗുണകരമായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന അവയവവും ഏത് തന്നെയാണ്? നാവ് തന്നെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ ഏത് അവയവം ഉപയോഗിച്ചേ പറ്റൂ? എന്റെ നാവ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അല്ല, നമുക്കൊക്കെ ഏറ്റവും ഫലകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഉപയോഗത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടോട്ടൊന്നും പോകാതെ യാക്കോബിന്റെ ലേഖനത്തിലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പഠനം എന്നതുപോലെ ഞാൻ വേഗത്തിലൊന്ന് പറയാം. ഈ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ചില സാദൃശ്യങ്ങളിലൂടെ നാവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. നാവിന്റെ ഉപയോഗത്തെ ചില സാദൃശ്യ പ്രയോഗങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 2 മുതലുള്ള വാക്യങ്ങൾ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവിടെ നാവിനെ ഏതിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണിനോട്. ഇനി അടുത്ത വാക്യം, കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. 2 സാദൃശ്യങ്ങൾ നാവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 2 സാദൃശ്യങ്ങളുണ്ട്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വേറെ 2 സാദൃശ്യങ്ങളുണ്ട്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വേറെ 2 സാദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഈ 12 വാക്യങ്ങളിൽ 3 ജോഡി സാദൃശ്യങ്ങളാണ്
നാവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 ജോഡി സാദൃശ്യങ്ങളും അതിന്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചാൽ ഈ എത്ര ഭയങ്കര ഒരു അവയവമാണ് ഈ നാവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിൽ ആദ്യത്തേതൊന്ന് സൂചിപ്പിക്കട്ടെ. ഇവിടെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാവിനെ സാദൃശ്യമായി ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ, ഒന്ന് കടിഞ്ഞാണും ഒന്ന് ചുക്കാനും. ഈ കടിഞ്ഞാൺ ചുക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്കൊന്നും അത് എന്താണെന്ന് പെട്ടെന്ന് ആ വാക്കുകൾ കൊണ്ട് മനസ്സിലാകത്തില്ല. കപ്പല്, കടിഞ്ഞാണിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുതിരയെ, കുതിര വളരെ ശക്തിയുള്ളതാണ്. വലിയ ശക്തി പറയുന്നത് തന്നെ കുതിര ശക്തി എന്നൊക്കെയാണ്, അല്ലെ? അപ്പം കുതിരയുടെ ശക്തി എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ നയിക്കുന്നയാള് എങ്ങനെയാ അതിനെ നയിക്കുന്നത്? ഒരു ചെറിയ കടിഞ്ഞാണ് വായിലിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുതിരക്കാണോ കടിഞ്ഞാണിനാണോ ശക്തി? കുതിര വളരെ ശക്തിയുള്ളതാണ്. പക്ഷെ ശക്തിയുള്ള കുതിര ഇപ്പം വലത്തോട്ട് പോകണമെങ്കിൽ ഇടത്തോട്ട് പോകണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഒരു ചെറിയ കടിഞ്ഞാണ്. ഇപ്പൊ ഏതിനാ ശക്തി? ശക്തി കുതിരയ്ക്കാണ്. പക്ഷെ എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്തിനു കൊടുത്തിരിക്കുക? കടിഞ്ഞാണിന് കൊടുത്തിരിക്കുക. കപ്പലാണോ ചുക്കാനാണോ വലുത്? കപ്പലും ചുക്കാനും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, ഒരു വള്ളം തന്നെ, അതാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഒരു വള്ളം ഒഴുകി പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഒരു ചെറിയ എന്താ പങ്കായം, അല്ലെ? ഒരു ചെറിയ പങ്കായം, അതുകൊണ്ട് 2 സൈഡിലും ഇങ്ങനെ തുഴഞ്ഞാ പോണേ. കപ്പലാണോ പങ്കായമാണോ വലുത്? ഒരു സംശയമില്ല, അല്ലെ? വള്ളമാണോ പങ്കായമാണോ വലുത്? വള്ളമാണ്. പക്ഷെ ആ വലിയ വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് എന്താ? ഈ കയ്യിലിരിക്കുന്ന പങ്കായം കൊണ്ടാണ്. ഇതിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നാവിനെ എന്ന് പറഞ്ഞാൽ. നാവിന്റെ ആ പ്രത്യേകത എന്താണെന്നറിയാമോ? എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാവിനുണ്ടെന്നാണ് ഈ വേദവാക്യം പറയുന്നത്. അപ്പൊ ഏത് വലിയ പ്രശ്നം, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് വലിയ ശക്തിയെയും നിസാരമായി നേരിടാൻ ആരെ കൊണ്ട് കഴിയും? അല്ലെ എന്തിനെ കൊണ്ട് കഴിയും? നാവിനെ കൊണ്ട്. പല ദൃഷ്ടാന്തങ്ങളും ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ അതിനൊന്നുമുള്ള സമയമില്ല, അതുകൊണ്ട് ആശയം മാത്രം പറയുന്നു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. കപ്പൽ എത്ര വലുതാണെങ്കിലും അതിന്റെ ശക്തിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അതിന്റെ ചുക്കാനുണ്ട്. കുതിര എത്ര ശക്തിയുള്ളതാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആ ചെറിയ കടിഞ്ഞാണിനുണ്ട്. ഇതാ നാവിന്റെ ശക്തി. എത്ര വലിയ ശക്തിയെക്കാളും, ഒരുപക്ഷെ നാവിന് അത്ര ശക്തിയൊന്നുമില്ല, പക്ഷേ ആ ശക്തിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാവിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് 2 കാര്യം മാത്രം ഇങ്ങനെ പറയട്ടെ. ഒന്ന്, ദിശ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഈ കപ്പൽ എങ്ങോട്ട് പോകണമെന്നുള്ള ദിശ നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ചുക്കാനാണ്. ഈ കുതിര എങ്ങോട്ട് പോകണമെന്നുള്ള ദിശ നിയന്ത്രിക്കുന്നത് ഈ ചെറിയ കടിഞ്ഞാനാണ്. അപ്പം ദിശ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഞാൻ പറയട്ടെ, ചില വലിയ വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഗതി മാറ്റിവിടാൻ അതിനെ നേരിടുന്ന ഒരു വ്യക്തിയുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. നമ്മളെ ഉപദ്രവിക്കാൻ ചീത്ത പറഞ്ഞ് വളരെ ദേഷ്യത്തോടുകൂടി വരുന്ന ഒരാള് നമ്മൾ വളരെ ശാന്തമായി പ്രതികരിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ടൊരു മറുപടി പറയുകയാണെങ്കിൽ ആ വന്നയാളിന്റെ ദേഷ്യവും തീരും, വന്നയാളിന്റെ സകല വൈരാഗ്യവും തീരും. ആ വന്ന ഗതി നേരെ തിരിച്ചു വിടുക. ഞാൻ അങ്ങനെ മാത്രമേ ഉദാഹരണം പറയുന്നുള്ളൂ. പറയട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ശക്തിയെയും ഗതി നിയന്ത്രിച്ചു വിടാനുള്ള ശക്തി, അല്ലെ കഴിവ്, ഞാൻ അതിന് ശക്തി എന്നല്ല കഴിവ് എന്നങ്ങ് പറയാം, അതിനുള്ള കഴിവ് നാക്കിനുണ്ട്. തന്നെയല്ല വലിയ വലിയ ശക്തികളെ നിയന്ത്രിക്കാനും, അപ്പം ദിശ നിയന്ത്രിക്കാൻ, ശക്തികളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാവിനുണ്ട്. സദൃശവാക്യങ്ങളിലെ ചില വാക്യങ്ങളൊക്കെ ഇതോട് ബന്ധപ്പെടുത്തി പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും ഒക്കെ ഇതോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചോളുക. അപ്പൊ നാവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന 2 സാദൃശ്യങ്ങൾ, അല്ലെ ഒരു ജോഡി സാദൃശ്യങ്ങൾ, കടിഞ്ഞാണും ചുക്കാനും. 2 കാര്യം നാവിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദിശ നിയന്ത്രിക്കാനുള്ള കഴിവ്, 2 വൻ ശക്തികളെ നേരിടാനുള്ള കഴിവ്. നീ അടുത്തൊന്ന് ശ്രദ്ധിച്ച് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വേറെ ഒരു ജോഡി അല്ലെങ്കിൽ 2 സാദൃശ്യങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അടുത്ത 7-8
മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച നാവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന എന്തിനോടൊക്കെയാണ്? ഒന്ന് തീയോട്, പിന്നെ രണ്ട് അവിടെ ചില ജന്തുക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിനോടെന്ന് പറയാനൊക്കത്തില്ല. അതിനെയൊക്കെ മെരുക്കാൻ പറ്റും, പക്ഷെ മെരുക്കാൻ പറ്റാത്തത് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നാവിനെ മെരുക്കാൻ പറ്റാത്ത ഒരു അവയവം പോലെയാ. അതേതാ മെരുക്കാൻ പറ്റാത്ത? അതിന്റെ അടുത്ത് പറയുന്ന വാക്കം ശ്രദ്ധിച്ചേ. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവതല്ല. എന്തുകൊണ്ട്? അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ സാദൃശ്യത്തിലൂടെ നാവിനെ എന്തിനോടാ ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാമോ? ഞാനത് ചുരുക്കി ഇങ്ങനെ പറയട്ടെ, വിഷമുള്ള ജന്തുവിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? ഒന്ന് തീയോടും രണ്ട് വിഷജന്തുവിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നോക്കണോ, നാവിനെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുക. ഒന്നത് തീയാണ്, രണ്ട് ഇത് വിഷജന്തുവാണെന്ന്. നമ്മുടെ വായി കിടക്കുന്ന നാവ് എന്താണെന്നാണ് ഈ വാക്യം വചനമാ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം പറയുക, നമ്മുടെ വായിൽ കിടക്കുന്ന നാവിനെ എന്താന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് മരണകരമായ വിഷം നിറങ്ങിയ ഒരു ജന്തുവാണ്. അപ്പൊ എന്തുമാത്രം അപകടം പിടിച്ച ഒരു സാധനമാണ് വായിക്കകത്ത് കിടക്കുന്നത്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് രണ്ടും എന്തിനെയാ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? ചെറുതാണെങ്കിലും ഇത് വിഷം നിറഞ്ഞത്. ഇതൊരു കാട് കത്തിക്കാനായിട്ട് പര്യാപ്തമാണ്. എന്ന് പറഞ്ഞാൽ നാവ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് സാദൃശ്യത്തിലൂടെ ഗതി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, വൻ ശക്തികളെ നേരിടാനുള്ള കഴിവുണ്ട്. ഈ രണ്ട് സാദൃശ്യങ്ങളിലൂടെ പറയുന്നത് എന്താണെന്നറിയാമോ? നശിപ്പിക്കാനുള്ള കഴിവ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, പല കുടുംബങ്ങളും തകർന്നതിന്റെ പിന്നിൽ ചില വാക്കുകളല്ലേ? പല കുടുംബങ്ങളും തകർന്നതിന്റെ പിന്നിൽ നമ്മൾ പുറത്തൊക്കെയുള്ള പല അനുഭവങ്ങളും കേട്ടുകേൾവികളും ഒക്കെ വെച്ച് നോക്കിയാൽ അതിന്റെ പിന്നിൽ ചില വാക്കുകളാണ്. എന്താ കാരണം? ആ വിഷം പുറത്തേക്ക് ചീറ്റി, അവിടെ കിടന്ന വിഷജന്തുവിൽ നിന്ന് മരണകരമായ വിഷം പുറത്തേക്ക് ചീറ്റി ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമായി. എന്തിന്? നല്ല നല്ല ചില ആത്മീയ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാൻ നമ്മുടെ ചില വാക്കുകൾ കാരണമായിട്ടില്ലേ? ഒരുപക്ഷെ നമ്മൾ പറയുന്നതോ എഴുതുന്നതോ ആയ വാക്കുകൾ നല്ല ആത്മീയമായ ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായിട്ടില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളത് പുറകോട്ട് നമ്മുടെ അനുഭവങ്ങൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ ചിലതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇത് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറിയ അവയവമാണ് കുടുംബ ബന്ധങ്ങളെ, ആത്മീയ ബന്ധങ്ങളെ, ഒരുപക്ഷെ ചിലരുടെ ഭാവിയെ തന്നെ, ചിലരുടെ ആത്മീയ വളർച്ചയെ തന്നെ നാം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കൊണ്ട്. ഇവിടെ വാക്കുകൾ കൊണ്ട് നാശം വരുമെന്ന് പറയുമ്പോൾ അതോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, ഈ രണ്ട് വാക്യങ്ങളിലും ഒന്ന് വായിച്ചാൽ മതി. മത്തായി 12:34 മാത്രം. ഈ വാക്കുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഒന്ന് വായിച്ചു. 12:34 മത്തായി സുവിശേഷം. മതി. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. അപ്പം വായിൽ മരണകരമായ വിഷം നിറഞ്ഞ ഒരു അവയവം കിടപ്പുണ്ടെങ്കിൽ ആ അവയവത്തിലൂടെ വിഷം പുറത്തേക്ക് പോകുന്നതിന്റെ കാരണം എന്താന്ന് അവിടെ പറയുക? അകത്ത് കിടക്കുന്നത് എന്താ? ഹൃദയം നിറഞ്ഞു കവിയുന്നത് ഇതിലൂടെ പുറത്തു വരുന്നത്. അകത്ത് കിടക്കുന്നത് എന്താ? അകത്ത് വിഷം കിടപ്പുണ്ടെങ്കിൽ ഈ അവയവത്തിലൂടെ പുറത്തേക്ക് വിഷമേ വരികയുള്ളൂ. മറ്റുള്ളവരോട് നാം ഉപയോഗിക്കുന്ന, സംസാരിക്കുന്ന ഓരോ വാക്കുകളുടെയും പിന്നിൽ നമ്മുടെ ഹൃദയമാണ് വെളിപ്പെടുന്നത്. എന്താ ഇവിടെ നിറഞ്ഞു കിടക്കുന്നത്? എന്തോ ഹൃദയത്തിലുള്ളതാ? അടുത്ത മത്തായി സുവിശേഷം 15-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇപ്പൊ വായിക്കുന്നുണ്ട്. അവിടെ വായിച്ചാൽ നമുക്ക് കാണാം, ഇനി ആരും കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധിയൊന്നും വരത്തില്ല. ഉപയോഗിക്കുന്ന വാക്ക് മോശമാണെങ്കിലാണ് മനുഷ്യന് അശുദ്ധി വരുന്നത്. അതാണ് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നാവ് എന്തെല്ലാം നാശം വരുത്താൻ കഴിവുള്ള ഒന്നാണ്. രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാമോ? രണ്ട് കാരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സദൃശവാക്യം 26:20, സദൃശവാക്യം 26-ാം അധ്യായം 20-ാം വാക്യം. ഒരു കലക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ നാവിന്റെ ഒരു ഉപയോഗമുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? സദൃശവാക്യം 26:20. നുണയില്ലെങ്കിൽ എന്തുമില്ല. അപ്പൊ വഴക്കിന്റെ പിന്നിൽ എന്തുണ്ട്? വാക്കുണ്ട് അല്ലേ? നുണ, അസത്യം. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇതിനൊന്നും ഉദാഹരണങ്ങൾ വേണം. ഇതിനൊക്കെ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കണോ? പലയിടത്തെയും പല പ്രശ്നങ്ങളുടെയും പിന്നിലെ കാരണം എന്താണ്? അതിന്റെ പിന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്.
അല്ലെ ഒരാളെ കുറിച്ച് വേറൊരാളെ കുറിച്ച് അസത്യമായ ചില കാര്യങ്ങൾ, ഊഹിച്ച് ചില കാര്യങ്ങൾ, നുണ. ഇനി വേറൊന്ന്, അത് അല്പം കൂടെ അപകടം പിടിച്ചതാണ് കേട്ടോ. 26-ാം അധ്യായം തന്നെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 26-ാം അധ്യായം സദൃശവാക്യം 26-ാം അധ്യായം 28-ാം വാക്യം. അതുപോലെ ആരാ നാശം വരുത്തുന്നത്? എങ്ങനത്തെ വാക്കുകളാ നാശം വരുത്തുന്നത്? മുഖസ്തുതി പറയുന്നത് നാശം വരുത്തും. ഒരു വലിയ അപകടം പിടിച്ചതാണ് അല്ലേ? എന്താ ഈ മുഖസ്തുതി പറയാന്ന് പറയാൻ? മുഖസ്തുതി പറയാന്ന് പറയാൻ എന്റെ ഭാഗത്ത് ചില ചെറിയ തെറ്റുകൾ കണ്ടു, പക്ഷെ എന്നോട് സ്നേഹം കൂടിയിട്ടാണോ എന്റെ എനിക്ക് ഒന്നിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? അതൊക്കെ മറച്ചു വെച്ചിട്ട് അയ്യോ അതെല്ലാം എത്രയോ നല്ലതാ അല്ലേ? ചിലപ്പം ചില പ്രസംഗങ്ങളൊക്കെ കേട്ടേച്ച് ചില ആളുകളൊക്കെ ഒന്ന് പറയും, പേടിയാ അങ്ങനെ കേൾക്കാനായിട്ട്, എനിക്ക് പേടിയാ. വന്നേച്ച് പറയും അയ്യോ എന്ത് നല്ല പ്രസംഗമായിരുന്നു, എന്ത് നല്ല ആലോചനയായിരുന്നു. ഒരു പക്ഷെ ഒന്നും ശ്രദ്ധിച്ചേച്ചായിരിക്കത്തില്ല. ആ പ്രസംഗത്തിലെ ആലോചനകളോ അതിലെ വചനമോ ഉൾക്കൊണ്ടിട്ടോ അത് വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടോ ആയിരിക്കത്തില്ല. വന്ന് പറയുന്നത് കേട്ടാൽ അതാണ് മുഖസ്തുതി. ഞാനൊരു കാര്യം ഇങ്ങനെ മാത്രം പറയട്ടെ, ഉള്ളതുപോലെ പറഞ്ഞു. നമുക്കത് പ്രയോജനപ്പെട്ടെങ്കിൽ ആ ദൈവദാസനോട് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് ദൈവത്തിന് മഹത്വം കിട്ടാൻ ഒരു കാരണമായി തീരും. അല്ലാതെ ആളിനെ പുകഴ്ത്താൻ വേണ്ടിയോ അല്ലെ സ്വന്തമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ ഇല്ലാത്തത് പോയി മറ്റുള്ളവരോട് പറഞ്ഞ് നാശം വരുത്തരുത്. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? മുഖസ്തുതി പറയുന്നത് എന്താ? നാശം വരുത്തുമെന്നാ. ഞാനത് കുറിച്ച് തിരിച്ചും പറയട്ടെ, എന്തെങ്കിലും കുറവുകൾ കണ്ടാൽ അതും പറയാൻ നമുക്ക് കഴിയണം. നല്ലപോലെ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് എന്തെങ്കിലും നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് കുറവ് കണ്ടാൽ അതും നമ്മൾ പറയേണ്ട ആത്മാവിൽ, സ്നേഹത്തിന്റെ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം. ഞാൻ ഇവിടെയുള്ള ചില ദൈവദാസന്മാരോട് ഞാനങ്ങ് പറയട്ടെ, നമ്മുടെ ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ എല്ലാം വളരെ പഠിച്ച് ദൈവവചനത്തിന്റെ ആലോചനകൾ പറയുന്നവരാ. എന്നാൽ അവരിൽ പലരോടും അവരോട് പറയുന്നത് വേറൊരാൾ അറിയുന്നില്ല. അവരിൽ പലരോടും ഇവിടെ ഇരിക്കുന്ന ചില ദൈവദാസന്മാരോടൊക്കെ എന്തെങ്കിലും ആ സന്ദേശത്തിൽ വരുന്ന ചില ഉപദേശപരമായ വ്യതിയാനങ്ങളൊക്കെ ഞാൻ അവരോട് നേരിട്ട് പറയാറുണ്ട്. അത് ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളോടത് ഞാൻ സൂചിപ്പിക്കുന്നത്. കേവലം മുഖസ്തുതി പറയല്ല, കുറവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും ഉള്ളതുള്ളതുപോലെ പറയാനും അത് അംഗീകരിക്കാനും നമുക്ക് കഴിയണം. എന്നാൽ ആ മുഖസ്തുതി എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ എനിക്ക് വന്ന് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷേ ഞാൻ ഒരിക്കലും മുഖസ്തുതി പറഞ്ഞിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ഉപായവും ഞാൻ പ്രയോഗിച്ചിട്ടില്ല എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. 1 തെസ്സലോനിക്കർ 2-4-5 വാക്യങ്ങൾ അതായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. ഈ മുഖസ്തുതിയുടെ വാക്കുകൾ എന്തുണ്ടാക്കുമെന്ന് അവിടെ പറയുന്നത്? നാശം വരുത്തും. അപ്പം 2 ജോഡി സാദൃശ്യമായി ഞാൻ പറഞ്ഞത്. 1, ഗതി നിയന്ത്രിക്കാൻ കഴിവുള്ള നാവ്, വൻ ശക്തികളെ നേരിടാനുള്ള കഴിവ് നാവിനുണ്ട്. 2, നശിപ്പിക്കാനുള്ള കഴിവും നാവിനുണ്ട്. ഞാൻ 3-ാമത്തേതൂടെ വേഗം പറയാം. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു സാദൃശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് യാക്കോബിന്റെ ലേഖനം തന്നെ 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഞാനതൊന്ന് വായിക്കാം, വലിയ വിശദീകരണമില്ലാതെ പറഞ്ഞു നിർത്താം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 സാദൃശ്യങ്ങൾ എന്താ? 1, ഉറവിൽ നിന്ന് വരുന്ന വെള്ളം. 2, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം. ഇങ്ങനെ 2 സാദൃശ്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കണം, 3 ജോഡി സാദൃശ്യങ്ങളിലൂടെ നാവിനെ വളരെ വ്യക്തമായിട്ട് യാക്കോബ് നമ്മുടെ മുമ്പിൽ വരച്ചു തന്നിരിക്കുകയാണ്. ഈ ഉറവിൽ നിന്ന് വരുന്ന നല്ല വെള്ളം, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം, ഇത് രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയട്ടെ. സന്തോഷം പകരുന്നത്. നല്ല ഉറവിൽ നല്ല വെള്ളം കണ്ടാൽ അത് നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെ കുറിച്ച് എന്താ ദൈവം തന്റെ വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? ലേഖനങ്ങളിലൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ആശ്വസിപ്പിച്ചവനായ ഒനേസിഫോരസ്, അതുപോലെ തിഹിക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ വന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കും. ഈ ഉറവിൽ നിന്ന് വരുന്ന വെള്ളം ആശ്വാസം കൊടുക്കുന്നതാ, തണുപ്പ് കൊടുക്കുന്നതാ, നല്ല ഫലം തരുന്ന വൃക്ഷം. ആ ഫലം നമുക്ക് പ്രയോജനകരമാണ്. അവൻ നാവ് എന്തിനുപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ. ഞാനിവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഈ 3 ജോഡി സാദൃശ്യങ്ങളിലൂടെ നാവിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം
യാക്കോബിലൂടെ നമുക്ക് നൽകിയ ഒന്ന്, ഗതി നിയന്ത്രിക്കാനുള്ള കഴിവ്, വൻ ശക്തികളെ നേരിടാനുള്ള കഴിവ്. രണ്ട്, നശിപ്പിക്കാനുള്ള കഴിവ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത്? മൂന്ന്, മറ്റുള്ളവർക്ക് തണുപ്പ് പകരുവാൻ, ആശ്വാസം പകരുവാൻ. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടെ ഒരു മൂന്ന് വാചകങ്ങൾ പറഞ്ഞ് ഇവിടെ നിർത്താം. ഒന്ന്, കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത് പോലെ, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും. രണ്ട്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ സത്യം മാത്രം സംസാരിക്കുക. മൂന്ന്, 39-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടെ ഈ 3 ആലോചനകൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുക. കൃപയോടുകൂടിയ വാക്ക്, സത്യം മാത്രം സംസാരിക്കും. ഈ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. തിരിച്ച് തീയായോ, അല്ലെ അവിടെ പറഞ്ഞ പോലെ വിഷജന്തുവിന്റെ വിഷം ചീറ്റുന്നതായോ ആണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ ദൈവം നമുക്ക് തന്ന നാവ് കൊണ്ട് ആഗ്രഹിക്കുന്നത് സാധിക്കുന്നില്ല. അതുകൊണ്ട് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവൻ ആരാണെന്നാ പറയുന്നത്? സൽഗുണപൂർത്തിയുള്ള മനുഷ്യൻ. ആത്മീയ പക്വതയുള്ള വ്യക്തികൾ അവരുടെ നാവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ 3-ാം അധ്യായത്തിലെ വിഷയം. നമുക്കത് ശ്രദ്ധിച്ച് തന്നെ ആത്മീയ പക്വതയിൽ വളരുവാൻ, നമ്മുടെ നാവിനെ സൂക്ഷിച്ചുപയോഗിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം